ഓം നമ ശിവായ. ഓം നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഇന്ന് 2-3 വാട്സപ്പ് ചോദ്യങ്ങൾ വന്നിരുന്നു. അതായത് എല്ലാ ചോദ്യവും ഉൾപ്പെടുത്തിയുള്ള ഒറ്റ ഉത്തരവാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതായത് നമ്മുടെ മുരുകയുഗം വരുന്നുണ്ടോ, അല്ലെങ്കിൽ മുരുകയുഗമാണോ ഇത് നടക്കുന്നത്? അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്പെസിഫൈ ചെയ്തതാണ്. മുരുകയുഗം, അതായത് സിദ്ധയുഗം ഓൾറെഡി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ശിവയുഗം തുടക്കത്തിലാണ്. ശിവയുഗത്തിൻ്റെ തുടക്കം ആരംഭിച്ചു. മുരുകയുഗത്തിൻ്റെ, അതായത് സിദ്ധയുഗത്തിൻ്റെ വാർഷം, അതായത് അവസാന ഘട്ടത്തിലുമാണ്. അപ്പോൾ ഈ കണക്ഷൻ, മുരുകനും ഈ പറയുന്ന നരസിംഹമൂർത്തിയും ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ തിരുച്ചെന്തൂർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഭഗവാൻ ഈ പറയുന്ന അസുരനെ കൊല്ലുന്നതിന് മുമ്പ് ചന്ദനമലയിൽ പോയി അനുഗ്രഹം വാങ്ങിക്കും. അതായത് ചക്രത്താഴ്വാർ എന്ന് പറയും. ഒരു കയ്യിൽ നരസിംഹമൂർത്തിയാണ് അവിടെ ഭാവം. വിഷ്ണു രൂപമാണെങ്കിലും നരസിംഹമൂർത്തി വലത്തെ കയ്യിൽ സുദർശന ചക്രം പിടിച്ചിരിക്കുന്ന ഭാവമാണ്. ആ ഭാവത്തെ, നരസിംഹമൂർത്തിയെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ആസുരവധം ചെയ്യുന്നത്. അതേപോലെയാണ് ശ്രീരാമചന്ദ്രൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം തേടിയതിന് ശേഷമാണ് രാവണനെ വധിക്കുവാൻ, അതായത് യുദ്ധം തുടക്കമിട്ടത്. ശങ്കരാചാര്യരാണെങ്കിലും എല്ലാ ഭാവത്തിൽ കരാവലംബ സ്തോത്രം നരസിംഹമൂർത്തിക്ക്, അതായത് നരസിംഹമൂർത്തിയെ തൻ്റെ കരാവലംബ സ്തോത്രം കൊണ്ട് പ്രീതിപ്പെടുത്തി ആരോഗ്യപൂർണനായി എന്നാണ്. ഇപ്പോഴും അവിടെ ഈ പറയുന്ന സാളഗ്രാമം, നരസിംഹമൂർത്തിയുടെ സാളഗ്രാമം അവിടെയുണ്ട്. അതായത് ഇപ്പോൾ ഭവിഷ്യമാലികയാണെങ്കിലും ഭവിഷ്യപുരാണമാണെങ്കിലും സ്കന്ദപുരാണമാണെങ്കിലും നോ ഡൗട്ട് നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മുരുകയുഗം എത്ര വർഷത്തേക്കാണെന്നുള്ളതും ശിവയുഗം, അതായത് നരസിംഹയുഗം എപ്പോൾ തൊട്ടാണ് തുടങ്ങുന്നതെന്നുള്ളത്. കാരണം ഉഗ്രമായിട്ടുള്ള മൂർത്തി എന്ന് പറഞ്ഞാൽ ദേവാതിദേവൻ മഹാദേവനാണ്. മഹാദേവന്റെ ഉഗ്രഭാവം, അതായത് നരസിംഹമൂർത്തി ആദിരുദ്രനാണ്. അത് കഴിഞ്ഞാണ് ഭൈരവൻ വരുന്നത്. ഈ പറയുന്ന ശരഭമൂർത്തിക്ക് പോലും നരസിംഹത്തെ തൊടാൻ പോലും പറ്റിയിട്ടില്ല. അവസാനം ബ്രഹ്മാവ് പ്രഹ്ലാദനോട് അപേക്ഷിച്ചു, അതായത് അച്ഛനെ ശാന്തമാക്കൂ എന്ന്. അങ്ങനെ നരസിംഹമൂർത്തിയുടെ അടുക്കൽ ചെന്ന് നരസിംഹസ്തുതി പ്രഹ്ലാദൻ ചൊല്ലിയതിൻ്റെ ആ സന്തോഷത്തിൽ നരസിംഹമൂർത്തി ശിവോഭാവം തന്നെ നാരായണ ഭാവത്തിൽ വന്നു എന്നുള്ളതാണ്. അതായത് മഹാവിഷ്ണുവും ഈ പറയുന്ന ശങ്കരനും ബ്രഹ്മാവും ഒരേപോലെ ഉപാസിക്കുന്ന പരമമായിട്ടുള്ള ദൈവമാണ് നരസിംഹമൂർത്തി. മൂർത്തിയുടെ മേളിൽ വേറെ ഒരു ദേവനുമില്ല. കാരണം ഉണ്ട്. അതായത് നിങ്ങൾ തിരുപ്പതി പോയിട്ടുണ്ടാകും, വെങ്കടാചലപതിയെ ദർശിച്ചിട്ടുണ്ടാകും. അപ്പോൾ വെങ്കടാചലപതിയുടെയും പത്മാവതി ദേവിയുടെയും കല്യാണം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചോദ്യം വന്നു. അതായത് നമ്മൾ
നമ്മുടെ ഇഷ്ടദേവനെ, അതേപോലെ അഗ്നിദേവനെ സമർപ്പിച്ചിട്ടാണ് നമ്മുടെ ഏത് കാര്യവും ചെയ്യുന്നത്, ഏത് കർമ്മവും ചെയ്യുന്നത്. അപ്പോ ഇവിടെ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവും ശങ്കരനും ഈ പറയുന്ന വെങ്കടാചലപതിയും ഒരേ ലെവലിൽ നിൽക്കുന്നവരാണ്. അതായത് വെങ്കടാചലപതിയെക്കാളും മേളിലുള്ള മൂർത്തിയെ വേണം ഈ പറയുന്ന യജ്ഞ ദൈവമായിട്ട് നമ്മൾ കണക്കാക്കുവാൻ. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ ദേവതയെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. കാരണം നമ്മുടെ മേളിലെ ദൈവമാണ്. അപ്പോൾ വെങ്കടാചലപതിക്ക് ഒരു ദേവൻ വേണം ഈ കല്യാണം നടത്തണമെങ്കിൽ സാക്ഷിയായിട്ട്. അഗ്നി സാക്ഷി എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന കല്യാണത്തിന് ഒരു സാക്ഷി വേണം. ആ സാക്ഷി വേണമെങ്കിൽ വെങ്കടാചലപതിനേക്കാളും, അതായത് മഹാവിഷ്ണുവിനേക്കാളും എൽഡർ ആയിരിക്കണം. ആ നോക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്ത് ഒരു ദേവനും ഈ മഹാവിഷ്ണുവിൻ്റെ മേളിൽ ഉള്ള ദേവതയായിട്ടില്ല എന്നുള്ളത്. അതായത് ഇപ്പൊ കല്യാണത്തിന് വന്നവരെല്ലാവരും, ഇപ്പൊ ശങ്കരനാണെങ്കിലും മഹാവിഷ്ണു ആണെങ്കിലും, അതായത് വെങ്കടാചലപതി ആണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും ഒരേ ലെവലിലാണ് എനർജി. അപ്പൊ അവര് കവിഞ്ഞ ഒരു എനർജി, അതായത് സർവ ഉത്തമൻ, പരമാത്മാവ്, ശിവൻ, അതായത് നരസിംഹമൂർത്തി. ആ നരസിംഹമൂർത്തിയെ സാക്ഷിയാക്കിയിട്ടാണ് ഈ പറയുന്ന വെങ്കടാചലപതിക്കും പത്മാവതിക്കും കല്യാണം ആയത്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അഹോബിലത്തില് സ്വയം വെങ്കടാചലപതി ലക്ഷ്മി നരസിംഹ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പൊ നമ്മൾക്ക് ഊഹിക്കാം നരസിംഹമൂർത്തി എത്ര ഉയർന്ന തലമാണെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഓരോ കാലയളവിലും, ഇപ്പോൾ ഈവൻ റഷ്യ ആണെങ്കിൽ തന്നെയും, ഇപ്പൊ നമ്മുടെ ഏത് ആയുധമാണെങ്കിൽ തന്നെയും നരസിംഹമൂർത്തിയുടെ ഒരു കൈ അതിലുണ്ടാകും. ഏത് അപകടകരമായിട്ടുള്ള കാര്യമാണെങ്കിലും നരസിംഹമൂർത്തിയെ തൊഴാതെ, അതായത് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം കൂടാതെ ഒന്നും തന്നെ ചെയ്യില്ല. അത് പഴയ താന്ത്രികം നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നെങ്കിൽ നരസിംഹമൂർത്തിയെ ഉപാസിക്കാതെ അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടാതെ ഒരു കർമ്മവും സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ലോപിച്ച് ഇപ്പോൾ അഗ്നിസാക്ഷി എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും, അതായത് മെയിൻ നട കടക്കുമ്പോൾ നരസിംഹമൂർത്തിയെ വണങ്ങിയിട്ട് വേണം നമ്മൾ ആ ക്ഷേത്രത്തിന്റെ മെയിൻ ഡൈറ്റിയെ തൊഴുവാൻ. എന്നാൽ മാത്രമേ തനതായിട്ടുള്ള എനർജി നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം നരസിംഹമൂർത്തിയെ അനുഗ്രഹം കിട്ടി നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ എന്ത് കാര്യമാണോ അത് സാധിക്കുമെന്നുള്ളതാണ്. കാരണം മുതിർന്ന പരമാത്മാവെന്ന് പറയാം, ദ വൺ ആൻഡ് ഓൺലി യൂണിവേഴ്സൽ ഫാദർ എന്ന് തന്നെയാണ് നരസിംഹമൂർത്തിയെ പറയാൻ. ഇപ്പൊ നമ്മൾ ലോകമെമ്പാടും നരസിംഹമൂർത്തി ഉപാസകര് കൂടിക്കൂടി വരുന്നു. ഇപ്പൊ പറയുന്ന നരസിംഹ ഫാൻസ് എന്ന് പറയുന്നു. അതായത് ഇസ്കോണിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന നരസിംഹമൂർത്തിയാണ്. പ്രഹ്ലാദവരദനുണ്ട്, ഉഗ്ര നരസിംഹമുണ്ട് അവർക്ക്. അത് വേണ്ട, ഇസ്കോണെന്ന് മാത്രമല്ല 22 ഗ്രൂപ്പാണ്, മിഷൻസ് ആണ് നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നത്. ഇപ്പൊ അമേരിക്ക, റഷ്യ, ജപ്പാൻ, നേപ്പാള്, ഇന്ത്യ, ശ്രീലങ്ക ഇവയെല്ലാം നരസിംഹമൂർത്തിയുടെ ഫാൻസാണ്, ഡിവോട്ടീസാണ്. ഓരോ ദിവസം കൂടുന്തോറും നരസിംഹമൂർത്തിയുടെ ഡിവോട്ടീസ് കൂടിക്കൂടി വരുന്നു. കാരണം അതിൻ്റെ എനർജിയാണ്, അതിൻ്റെ ഓളമാണ് ഇപ്പൊ തുടങ്ങിയത്. കാരണം നരസിംഹമൂർത്തി അല്ലാതെ വേറൊരു രക്ഷയില്ല. കാരണം തൂണു പിളർന്നു വരുന്ന ഭാവമാണ് എപ്പോഴും. വജ്രദേഹമാണ്, വജ്രനഖമാണ്, വജ്രദംഷ്ട്രമാണ്.
ഇപ്പോൾ ഇന്നത്തെ കലിയുഗത്തിലെ കൽക്കി എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിക്കും നരസിംഹമൂർത്തിയിട്ടാണ്. കലിയുഗത്തിലെ വരുന്ന അധർമ്മങ്ങൾക്ക് അതേതായിട്ടുള്ള സോഴ്സുള്ള മുന്നത്തെ ദൈവം തന്നെ നരസിംഹമൂർത്തിയാണ്, നോ ഡൗട്ട്. കാരണം ഇപ്പോൾ മുരുകയുഗം എന്ന് പറയുന്നവരുണ്ട്, കാളിയുഗം എന്ന് പറയുന്നവരുണ്ട്, അല്ലെ? അപ്പോൾ നമ്മൾ ഓരോ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നമ്മൾ ഓരോരുത്തർ ഓരോന്നാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ മധ്യപ്രദേശിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ സ്വയം വരുന്നു കൽക്കി ഭാവം ഇട്ട്. ഇപ്പോൾ ആസാം, ഒറീസ, ബംഗാള് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കാളിപ്രിയരാണ്, കാളി ദേവിയാണ് പ്രിയർ. അപ്പോൾ കാളി ദേവി വരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഇപ്പോൾ ഭവിഷ്യമാലികയാണെങ്കിലും ഈ പറയുന്ന ഭവിഷ്യപുരാണമാണെങ്കിലും ഇതുവരെ അതിൽ എഴുതിയത് തന്നെയാണ് നടന്നതും നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നത്. അതിൽ ഒരു തരത്തിലും ഒരു ഡൗട്ടും ഇല്ല. അത് നമ്മൾ നല്ലോണം ഒന്ന് വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട. കറക്റ്റ് അതിലെ സിംബോളിസം കൂടി മനസ്സിലാക്കണം. ചുമ്മാ വായിച്ചു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നല്ല. പുരാണങ്ങളിൽ നമ്മൾ വായിച്ച് അത് ഹൃദ്യസ്ഥമാക്കി അതിനെ അനലൈസ് ചെയ്യുമ്പോൾ യഥാർത്ഥ ഭാവം നമുക്ക് മനസ്സിലാവും. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാധു സന്യാസികൾ, ഇപ്പോൾ ഞാൻ നർമ്മദ പരിക്രമണം ചെയ്തപ്പോൾ ധാരാളം സാധു സന്യാസിമാർ അവർ 10ഉം 12ഉം പ്രാവശ്യം ഈ പറയുന്ന പരിക്രമണം ചെയ്തവരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പരിക്രമണം ചെയ്യാൻ തന്നെ വേണം 6 മാസം. അപ്പോൾ അത്രയും നോളജ് നമ്മൾ അവരുമായിട്ട് സത്സംഗം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. യഥാർത്ഥ ഇതിൻ്റെ സബ്ജക്റ്റ്, യഥാർത്ഥ തത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലത്തെ സീനിയറായിട്ടുള്ള സാധുക്കളുടെ, ഋഷിവര്യന്മാരുടെയൊക്കെ സത്സംഗിൽ നമ്മൾ ഉൾക്കൊണ്ടാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് അത് ഷെയർ ചെയ്തതിന് വളരെ നന്ദി. കാരണം ഈ പറയുന്ന യുഗം, മുരുകയുഗം ഇറ്റ്സ് ഓൺ ദ ലാസ്റ്റ് സ്റ്റേജ്, നരസിംഹയുഗം അതായത് ശിവയുഗം ഇറ്റ്സ് ഓൺ ദ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. അത് രണ്ടിൻ്റെ മിക്സപ്പാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ നെഗറ്റിവിറ്റി, അതായത് നരസിംഹമൂർത്തിയെ പ്രൊവോക്ക് ചെയ്യാനുള്ള രീതിയിലാണ്. അതായത് നമ്മൾ നരസിംഹമൂർത്തിയുടെ ആ അവതാരം തന്നെ കണ്ടു. പ്രഹ്ലാദനെ ഇട്ട് ശിക്ഷ കൊടുത്തോണ്ടിരുന്നു സ്വന്തം അച്ഛൻ. പാമ്പിനെ കൂട്ടിലിടുക, അതേപോലെ തലേന്ന് മീൻസ് മലയിന്ന് ഇടുക, മേളിൽ നിന്ന് കടലിൽ കല്ല് കെട്ടിയിട്ടിടുക. അങ്ങനെ മാക്സിമം പ്രഹ്ലാദനെ ഏതൊക്കെ തരത്തിൽ ശാരീരിക ഉപദ്രവം ചെയ്യാമോ. അവസാനം തൻ്റെ വലത്തെ കാലുകൊണ്ട് തൊഴിച്ച് ആ പ്രഹ്ലാദൻ ചെന്ന് അടിച്ചത് ഈ പറയുന്ന തൂണിൽ ചെന്ന് വീണു, തല പൊട്ടി. അതും സഹിക്കാൻ, കാരണം ക്ഷമിച്ച് ഓരോ ഈ പറയുന്ന ഹിരണ്യകശിപു ഓരോ ശിക്ഷകള് പ്രഹ്ലാദന് കൊടുത്തോണ്ടിരുന്നപ്പോൾ നരസിംഹമൂർത്തി ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക അവസാനം എന്താ ചെയ്ത? പ്രഹ്ലാദനിട്ട് ഒരു തൊഴി. ഇന്നത്തെ തൊഴി പോലെ അല്ലല്ലോ, അവിടെ നിന്ന് തൊഴിച്ചാൽ തെറിച്ചാണ് പോകുന്നത്. അപ്പൊ തെറിച്ച് ചെന്ന് തൂണിൽ തല തട്ടി ചോര വാർക്കുന്ന സമയത്താണ് തൂണ് പിളർന്ന് അത്യകോപത്തോടെ, ആ തൂണ് പിളർന്നു വരുന്ന ആ ഭാവം തന്നെ എല്ലാ അസുരന്മാർ സ്തംഭിച്ചു പോയി എന്നുള്ളതാണ്. വജ്രത്തിൻ്റെ ശക്തിയോടെ, ആ തിളക്കത്തോടെയാണ് എല്ലാവരും കണ്ണടിച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് തേജസ്സായിരുന്നു ആ കോപത്തിന്. അപ്പോൾ അതേപോലത്തെ ഒരു പ്രൊവോക്കേഷനാണ് ഇപ്പോൾ ഈ കലിയുഗം സ്റ്റാർട്ടപ്പ് ഈ അവതാരത്തെ മാക്സിമം പ്രവോഹിക്കാൻ ഉള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ കലി ചെയ്യുന്നത്. അത് ഭീകരമായിരിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം നശിപ്പിക്കുക, തൻ്റെ ഭക്തനെ, അതായത് തൻ്റെ പ്രഹ്ലാദന്മാരെ രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് നരസിംഹമൂർത്തി
ഈ പറയുന്ന ശിവയുഗം, അതായത് നരസിംഹയുഗത്തിൽ നടത്തുന്നത്. കാരണം ശാന്തമായിട്ടുള്ള, ഇപ്പോൾ മുരുകൻ എന്ന് പറഞ്ഞാൽ ദേവസേനാധിപനാണ്, ഇറ്റ്സ് എ സോൾജിയർ. ബട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു, സേനാനായകനുണ്ട്, പക്ഷേ മെയിൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇപ്പം ഏത് യുദ്ധം നിങ്ങൾ കണ്ടാലും നായകനാണ് അല്ല അവിടെ പ്രാധാന്യം, മറിച്ച് രാജാവും അവിടെ യുദ്ധത്തിന് വന്ന രാജാവും യുദ്ധത്തിനുള്ള രാജാവിന് താഴെയാണ് സേനാപതി. ദാറ്റ് ഡസൻ മീൻ സേനാപതിയാണ് ദ ഹോൾ യുദ്ധത്തിന് കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്ന ആർക്കാണ്? രാജാവിനാണ് പോകുന്നത്. സേനാപതിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സേനയെ നയിക്കുക, യുദ്ധം ചെയ്യുക. പക്ഷേ നായകൻ എപ്പോഴും രാജാവ് തന്നെയാണ്. രാജാവിൻ്റെ അടുത്ത് ഈ പറയുന്ന ശത്രുക്കൾ വരാതിരിക്കുവാൻ വേണ്ടി സേനാനായകൻ സേനയെ മുമ്പോട്ട് നയിക്കുന്നു. ആ റോളാണ് മുരുകന്. നായകൻ, അതായത് ദ കുലപതി, യുഗപതി, ഈ ശിവയുഗത്തിൻ്റെ, നരസിംഹയുഗത്തിൻ്റെ മെയിൻ എനർജി എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തി തന്നെയാണ്. സോ നരസിംഹമൂർത്തിക്ക് പിന്നെ സൈന്യത്തിൻ്റെ ആവശ്യമില്ല. ഇതൊരു സ്റ്റാർട്ടപ്പിന് മാത്രമാണ്. അതായത് സിദ്ധയുഗം ബാലൻസിങ് ചെയ്യുക എന്നുള്ളതാണ് സിദ്ധയുഗം. അതാണ് മുരുകൻ ചെയ്തത്, അതായത് അനന്തൻ. ഇനിയിപ്പോൾ പ്രൊവോക്കേഷനാണ്. ഈ പറയുന്ന അധർമ്മം നടത്തുന്നവര് നരസിംഹമൂർത്തിയെ ഓരോന്നായിട്ട് പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അധർമ്മത്തിലൂടെ ഈ പറയുന്ന ഈശ്വര വിശ്വാസികളെ അധർമ്മത്തിലേക്ക് വഴിതിരിപ്പിക്കുന്നു, അധർമ്മം വാഴുന്നു. അപ്പോൾ സമ്പൂർണമായിട്ട് പ്രൊവോക്കേഷൻ ആകും. ആ പ്രൊവോക്കേഷനിൽ ഈ പറയുന്ന അധർമ്മമെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ തീർക്കും എന്നുള്ളതാണ് ഭവിഷ്യമലികയിലും ഭവിഷ്യപുരാണത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വാട്സപ്പ് ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഈ പറയുന്ന രീതിയിൽ വിശകലനം ചെയ്ത് എനിക്ക് പറയാൻ സാധിച്ചതിൽ അപ്പയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ.